രണ്ട് നേഷൻസ് ലീഗും ഒരു യൂറോയും അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകകപ്പിന് തുല്യമാണെന്നാണ് പലരും പറയുന്നത്. പക്ഷേ എനിക്ക് അതിനോട് ഒരു യോജിപ്പില്ല. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. യെസ്, അപ്പോൾ ഇതിനൊരു വലിയ പോയിന്റ് ആയിട്ട് എടുത്ത് വെക്കുന്നത് കോമ്പറ്റീറ്റീവ് ടീംസിന്റെ റാങ്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേഷൻസ് ലീഗിന് ഒരു 20 to 25 ഇടയിലും, അതുപോലെ തന്നെ കോപ്പ അമേരിക്കയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 to 35 റാങ്കിങ് ആണ് ആ കോമ്പറ്റീഷനിലുള്ള ടീമുകളുടെ റാങ്ക്. സോ അപ്പോൾ തന്നെ മനസ്സിലാക്കി കൂടെ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ലോക ചാമ്പ്യന്മാരെ കണ്ടുപിടിക്കാൻ ഒരു ലോകകപ്പ് എന്നുള്ള ഒരു ഉത്തരം കൂടെ പറഞ്ഞു തരുമോ? അത് വെറുതെ പഴം പുഴുങ്ങാനല്ലല്ലോ. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് തോന്നുന്നു 2026 വേൾഡ് കപ്പ് അടിക്കില്ല എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഇപ്പോഴും ഇത് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ. പോർച്ചുഗലിന് അത്യാവശ്യം നല്ല ടീമുണ്ട്. 2026 വേൾഡ് കപ്പിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ടീം അവർക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനി പോർച്ചുഗലിന് ഈ പറയുന്ന പോലെ തന്നെ കോപ്പ അമേരിക്കയിലുള്ള ടീമുകൾ അങ്ങനെ ഈസി ആയിട്ട് അടിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. കോമ്പറ്റീറ്റീവ് മാച്ചുകളിൽ 42% അല്ലെങ്കിൽ 43% മാത്രമേ വിന്നിങ് റേഷ്യോ അഗൈൻസ്റ്റ് സൗത്ത് അമേരിക്കൻ ടീംസ് ഉള്ളൂ, പോർച്ചുഗലിനുള്ളൂ എന്നുള്ള കാര്യം കൂടെ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരും പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യം അറിഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോ കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോർച്ചുഗലിൽ ഉണ്ടായിട്ടുള്ളതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാനോ മാറ്റിവെക്കാനോ പറ്റുന്ന ഒരു കാര്യമേ അല്ല. പക്ഷേ പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം അറിഞ്ഞത് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെയാണെന്ന് പറയരുത്. 1966 ലോകകപ്പ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. 1966 ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ചിട്ടില്ല. ആ സമയത്തുള്ള വേൾഡ് കപ്പിലെ പോർച്ചുഗൽ ടീമും ഇസബയോ എന്ന് പറയുന്ന താരത്തെക്കുറിച്ചും ഒന്ന് തപ്പി നോക്കുക. നോ ഹെയ്റ്റ് ബ്രോ.